ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാക്ക് എക്സാം ഈസ്ലി. ഇനി നമ്മുടെ LDC LGS പ്രിലിംസ് ലെവലിൻ്റെ എക്സാംസ് നടക്കുകയാണ്. അപ്പോൾ ആ പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന കേരള നവോത്ഥാനത്തിൻ്റെ ചാപ്റ്ററിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കേരള നവോത്ഥാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണെന്നാണ് നമ്മൾ ആലോചിക്കുക. ആരാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്? യെസ്, ശ്രീനാരായണ ഗുരു. 1856 ജനിച്ചു. അദ്ദേഹം 1928 നിർവ്വാണം പ്രാപിച്ചു. സോ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗുരു ജനിച്ചത് എവിടെയാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പയന്തി. 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു ജനിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു ജനിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീനാരായണ ഗുരു ജനിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ശ്രീനാരായണ ഗുരു ജനിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ മാടനാശാനും കുട്ടിയമ്മയും. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനം വയൽവാരം വീട്ട്. അപ്പോൾ വയൽവാരം വീട്ടിൽ മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായാണ് 1856 അപ്പോൾ 1856 ഓഗസ്റ്റ് 20 തിരുവിതാംകൂറിൽ ഭരണാധികാരി ആരായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ. നാണു ആശാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് നാണു ആശാൻ എന്നറിയപ്പെട്ടത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരാരൊക്കെയാണ്? രാമൻ പിള്ള ആശാനും തൈക്കാടയും. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി. അപ്പം നമ്മൾ 10 ക്വസ്റ്റ്യൻസിലൂടെയാണ് കടന്നു പോയത്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് റിവൈസ് ചെയ്താലോ? അപ്പം 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു ജനിച്ചു. ശ്രീനാരായണ ഗുരു ആരാണ്? നമ്മുടെ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിച്ചത്. ശ്രീനാരായണ ഗുരു ജനിച്ചപ്പോൾ ഭരണാധികാരി ആരായിരുന്നു? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ മാടനാശാനും കുട്ടിയമ്മയും വയൽവാരം വീട്ടിൽ. അദ്ദേഹത്തിൻ്റെ അപരനാമം നാണു ആശാൻ. പിന്നെ എന്തോ നമ്മൾ നോക്കിയത്? ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ രാമൻ പിള്ള ആശാനും തൈക്കാടയ്യയും. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ടാഗോർ ഗുരുവുമായി കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ സംഭാഷണത്തിൽ ദ്വിഭാഷിയായി ഇരുന്നത് ആരാണ്? കുമാരനാശാൻ. ആരായിരുന്നു ദ്വിഭാഷി? കുമാരനാശാൻ. ഒരു ജാതി ഒരു മതം എന്ന ഒരു ദൈവം എന്ന മുദ്രാവാക്യം ശ്രീനാരായണ ഗുരു ഏത് പുസ്തകത്തിൽ നിന്നാണ്? ജാതി മീമാംസ. ഒരു ജാതി ഒരു മതം എന്ന വാക്യമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ജാതി മീമാംസ. ഏത് കൃതിയിലെ വരികളിലാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം എന്ന് എഴുതിയിരിക്കുന്നത്? ആത്മോപദേശ
ശതകം. ഏത് കൃതിയിലെ വരികളാണ്? അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം. ആത്മോപദേശ ശതകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരു. എന്തൊക്കെയാണ്? സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം? അദ്വൈതാശ്രമം ആലുവയിൽ സ്ഥാപിച്ച വർഷം 1913. അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ആലുവയിൽ. എപ്പോഴാണ്? 1913. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ വർഷം? 1924. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം? 1887. 1887.